ഇടത് ഭരണം തുടരണം എന്നാണ് കളഞ്ഞൂർ സ്വദേശിയായ വിദ്യ പറയുന്നത്. സ്വകാര്യ ആശുപത്രി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട ശസ്ത്രക്രിയ കുറഞ്ഞ ചെലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയതിന്റെ അനുഭവത്തിലാണ് വിദ്യ ഇങ്ങനെ പറയുന്നത്. ആരോഗ്യ വകുപ്പിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉയരുമ്പോൾ മൗനമായിരിക്കാൻ സാധിക്കില്ലെന്നാണ് വിദ്യയുടെ നിലപാട്. നമ്മുടെ ജില്ലയിൽ, നമ്മുടെ കലഞ്ഞൂരിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഭർത്താവ് ആക്രമിച്ച് കൈകൾ രണ്ടായിട്ട് വേർപെട്ടു. തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോൾ പറഞ്ഞു 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ ചെയ്യാം. എന്താ ചെയ്തത്? അന്ന് രാത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി എന്നെ അവർ വിളിച്ചു. പല ശസ്ത്രക്രിയകൾ നടത്തി, പ്ലാസ്റ്റിക് സർജറി നടത്തി. ഇന്ന് മിടുക്കിയായിട്ട് ഈ സമൂഹത്തിലുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞ വിദ്യ ഇവിടെയുണ്ട്. വിദ്യ തന്നെയാണ് ഫേസ്ബുക്ക് കമന്റിലൂടെ ഇക്കാര്യം പറഞ്ഞത്. നല്ല ഭരണാധികാരികൾ തുടരണമെന്നും വിദ്യ പറയുന്നു. ജനങ്ങൾക്ക് നേട്ടമുള്ള ഭരണാധികാരികൾ വേണ്ടേ വരാൻ? ജനങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ട് അതനുസരിച്ച് ചെയ്യുന്ന ഭരണമാണ് വേണ്ടത്. 10 ലക്ഷം രൂപ വരെ സ്വകാര്യ ആശുപത്രി ആവശ്യപ്പെട്ട സർജറിയാണ് സർക്കാർ ആശുപത്രിയിൽ കുറഞ്ഞ ചെലവിൽ നടത്തിയത്. എൻ്റെ ഓരോ ഘട്ടത്തിലും പറഞ്ഞാൽ കൈ മുറിച്ച് മാറ്റേണ്ട സാഹചര്യം പറഞ്ഞ് ആ സ്വകാര്യ ആശുപത്രിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇടപെട്ടിട്ടാണ് എൻ്റെ എല്ലാ സർജറിയും ചെയ്തത്. അവരന്ന് ആ ഒരു സർജറിക്ക് മാത്രമാണ് 10 ലക്ഷം ചോദിച്ചത്. അത് കഴിഞ്ഞുള്ള എക്സ്പെൻസ് എല്ലാം ഞങ്ങൾ തന്നെ നോക്കണമായിരുന്നു. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത് ഏറ്റെടുത്തത് കൊണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ സർജറികളെല്ലാം അവിടെ ചെയ്തത് കൊണ്ട് ഭീമമായിട്ടുള്ള ഒരു തുക ഞങ്ങളുടെ മുമ്പിൽ നിന്ന്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങി. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് വിദ്യ ഈ ഭരണം തുടരണമെന്ന് പറയുന്നത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജി ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.